തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പൂജയ്ക്കെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. പരാതിക്കാരിയടക്കം 5 പേരെ ബംഗളൂരു ബാസനവാടി പോലീസ് അറസ്റ്റ് ചെയ്തു. പരാതിക്കാരി ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായ രത്ന, സഹായി മോണിക്ക, പാലക്കാട് സ്വദേശിയായ ശരത് മേനോൻ, ഇയാളുടെ സഹായി സജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീധരൻ, ഇപ്പോൾ ഈ ഒരു കേസിലൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണല്ലോ. പരാതിക്കാരി അടക്കമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്താണ് ഉണ്ടായത്? ഒരു ട്രാപ്പായിരുന്നോ? പൂജ, ഇത് കേസിന്റെ അന്വേഷണത്തിൽ കൃത്യമായിട്ടുള്ള ഒരു യു ടേൺ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ മുഖ്യ കാര്യദർശിയായിട്ടുള്ള വിഷ്ണു ദാമോദരൻ, അദ്ദേഹത്തിന്റെ മരുമകൻ അരുൺ എന്നിവർക്കെതിരെയായിരുന്നു നേരത്തെ പീഡന ആരോപണം ഉന്നയിച്ച് ബംഗളൂരിൽ താമസിക്കുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള യുവതി രംഗത്തുനിന്ന്. ഇതിനെ തുടർന്ന് ഈ അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഏതായാലും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതിയിൽ പല പൊരുത്തക്കേടുകളുണ്ടെന്ന് കണ്ടെത്തി. തുടർന്നാണ് ഈ പരാതിക്കാരിയെ വിശദമായി ചോദ്യം ചെയ്ത ശേഷം നടത്തിയ അന്വേഷണത്തിൽ ഇതിൽ ഒരു ഹണി ട്രാപ്പ് ഉണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയത്. പ്രത്യേകിച്ച് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് ചാറ്റുകളിൽ ഉൾപ്പെടെ പല പൊരുത്തക്കേടുകളുണ്ട്. ഈ സ്ത്രീയും ഇയാളോട് വളരെ ഓപ്പൺ ആയിട്ടാണ് പെരുമാറിയിരുന്നതൊക്കെ തുടങ്ങി പോലീസിന് വ്യക്തമായിരുന്നു. തുടർന്നാണ് ബാനസ്വാടി DCPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം സംഘം ഇപ്പോൾ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്ത് ഇതോടൊപ്പം തന്നെ ഇവരെ മുൻനിർത്തി പണം തട്ടാൻ ശ്രമിച്ച പാലക്കാട് സ്വദേശിയായിട്ടുള്ള ശരത് മേനോൻ, ഇയാളുടെ സഹായി, അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി, ഇങ്ങനെ 5 പേരെയാണ് പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇതൊരു ഹണി ട്രാപ്പ് ആണെന്നുള്ള വിധത്തിൽ വ്യക്തമായി കഴിഞ്ഞു. പോലീസ് ഏതായാലും ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ മറ്റ് അന്വേഷണത്തിനായിട്ട് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ്. വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു, ഹണി ട്രാപ്പ് ആണ് എന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റും നടന്നിരിക്കുകയാണ്. വലിയൊരു ട്വിസ്റ്റ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കെ പി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.